Hello friends, welcome to Ajmal Solutions. Friends, ഇന്ന് നമ്മൾ പെർസെൻറ്റേജ് ടോപ്പിക്കിലെ അഞ്ചാമത്തെ ക്ലാസ്സാണ്, അവസാനത്തെ ക്ലാസ്സുമാണ്. അതായത് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, റെലവൻ്റ് ആയ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി SSC ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും SSC ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ്, അതായത് SSC, RRB, കേരള PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് പെർസെൻറ്റേജ് പാർട്ട് 4-ലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും കുറേ പേരൊക്കെ അതിന് ആൻസർ ചെയ്തിട്ടുണ്ട്. എനിവേ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് സെയിൽസ് ആൻഡ് കമ്മീഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എന്തായാലും അത് കാണണം. ഓക്കെ, അതിൻ്റെ വേറൊരു വേർഷനാണ്. ഓക്കെ, നോക്കാം. എ സെയിൽസ്മാൻ ഈസ് ഗിവൺ 9% കമ്മീഷൻ ഓൺ ടോട്ടൽ സെയിൽസ് and 1% bonus on the sale over rupees 15,000 if he gives rupees 22,650 to his owner after deducting his income. Okay, ഇപ്പോൾ ഒരാൾക്ക് 15,000 വരെ 15,000 വരെ ആൾക്ക് കിട്ടുന്നത് 9% കമ്മീഷനാണ്. 15,000 ശേഷം 1% ബോണസ്. അപ്പോൾ ടോട്ടൽ എത്രയായി? 9% പ്ലസ് 1%, 10% കമ്മീഷനാണ്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്തത്? ആ സെയിൽസ്മാന് ആളുടെ ഇൻകം എന്ത് ചെയ്തു? എടുത്തു. എന്നിട്ട് ബാക്കി എന്ത് ചെയ്തു? ഓണർക്ക് കൊടുത്തു. എത്ര കൊടുത്തത്? 22,650. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 15,000 വരെ 9% ആണ്, അതിനുശേഷം 10% ആണ്, അല്ലേ? സപ്പോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ 1% കൂടി 15,000 ഉണ്ടായിരുന്നുവെങ്കിൽ, 1% കൂടി അല്ലെങ്കിൽ 1% ബോണസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താവും? ടോട്ടലിൻ്റെ 10% അയാൾക്ക് കിട്ടുമായിരുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ 9% ഉള്ളൂ. അപ്പോൾ 1% കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എത്ര ഉണ്ടാവും എക്സ്ട്രാ? അതായത് 15,000-ൻ്റെ 1% എത്രയാണ്? 150 രൂപ കൂടി ഇയാൾക്ക് കിട്ടുമായിരുന്നു, അല്ലേ? അതായത് 15,000 ശേഷം 10% 15,000 വരെ 9%. സപ്പോസ് ഇയാൾക്ക് ഇവിടെയും 10% ഉണ്ടെങ്കിൽ ഇയാൾക്കൊരു എക്സ്ട്രാ 150 റുപ്പീസ് കൂടി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് 150 റുപ്പീസ് എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ ഇയാൾ തിരിച്ചു കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 22,650 ഉണ്ടാവോ? ഇല്ല. എത്ര കുറയും? 150 കുറയും. അപ്പോൾ എത്ര വരും? 22,500. ഓക്കെ, അതായത് 22,500 റുപ്പീസേ അയാൾ തിരിച്ചു കൊടുക്കുള്ളൂ. ഇപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ടോട്ടൽ എന്ന് പറയുന്നത്, ഇയാൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ സെയിലിൻ്റെ എത്രയാണ്? ടോട്ടൽ സെയിലിൻ്റെ ഇവിടെയും 10% ആയില്ല, നമ്മൾ 1% കൂട്ടി കൊടുത്തു. അപ്പോൾ ടോട്ടൽ സെയിലിൻ്റെ 10% ഇയാൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ തിരിച്ചു കൊടുക്കുന്നത് എത്രയായിരിക്കും? ടോട്ടൽ സെയിലിൻ്റെ, സപ്പോസ് ടോട്ടൽ സെയിൽ X ആണെങ്കിൽ അതിൻ്റെ 90% ആയിരിക്കും, അല്ലേ? കാരണം ഇയാൾക്ക് ഇപ്പോൾ കിട്ടുന്നത് ടോട്ടൽ സെയിലിൻ്റെ 10% ആണ്. അങ്ങനെയാണ് ഇയാൾ തിരിച്ചു കൊടുക്കുന്നത് ടോട്ടൽ സെയിലിൻ്റെ 90% ആയിരിക്കും. ഓക്കെ, ടോട്ടൽ സെയിലിൻ്റെ 90% 22,500. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെയിൽ എത്രയായിരിക്കും? 90% എന്ന് പറഞ്ഞാൽ 9/10 is equal to 22,500. ഓക്കെ, 9 ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 2 times 5 times. ടോട്ടൽ X is equal to, ഇവിടെ 2,500 ഉണ്ട്, ഇവിടെ ഇൻറ്റു 10, 25,000. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 25,000 ആണ്. പക്ഷേ ഇതെന്തില്ല, ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആൻസർ ഏതാണ്? നൺ ഓഫ് ദീസ്. ഓക്കെ, പല ആളുകളും നൺ ഓഫ് ദീസ് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ആൻസർ എത്ര വരുന്നത്? 25,000. ഓക്കെ, നേരത്തെ ചെയ്ത ആ ഒരു ടൈപ്പിൻ്റെ വേറൊരു വേർഷനാണ് അതല്ലേ? സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതേ ആൻസറാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇത് വേറെ രീതിയിൽ ചോദിച്ചു, അല്ലേ? ബാക്കി അയാൾ ഇൻകം എടുത്തതിന് ശേഷം ബാക്കി എന്ത് ചെയ്തു? ഓണർക്ക് കൊടുത്തു. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് CGL 2019, അതായത് കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ച CGL 2019 ടയർ 1, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതേപോലെ CPOൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്.
ഒക്കെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും സെയിം പാറ്റേൺ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പോള് പോലെ ക്വസ്റ്റ്യൻസ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടും. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അതായത് ഈ ഡിസ്കഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്കിൽ, കുറേ പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആ പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ടൈമില്ലല്ലോ. കാരണം നിങ്ങൾക്കറിയാം CGL തന്നെ ഒരുപാട് ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ, ഒരുപാട് ഷിഫ്റ്റ് ഉണ്ടാവും, ഓരോ ഷിഫ്റ്റിലും പെർസെൻറ്റേജിന് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പ്രാക്ടീസിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതിൽ പറയുന്നത് ഇത് നമ്മൾ ചെയ്ത ടൈപ്പ് ആണല്ലേ. ഇഫ് ദ ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഇസ് ഇൻക്രീസ് ബൈ 40%, ബ്രെഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 20%, ദെൻ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഇൻക്രീസസ് ബൈ X%. ഇത് CGL 2019 ടയർ 1 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ വേറൊരു കൺസെപ്റ്റ് കൂടി പറഞ്ഞുതരാം. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ റേഷ്യോ മെത്തേഡ് പഠിച്ചു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സക്സസീവ് പെർസെൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ, അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, സപ്പോസ് നമുക്ക് ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ A is equal to B into C, അല്ലെങ്കിൽ A equal to BC. ഫോർ എക്സാമ്പിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ് അല്ലേ. അതേപോലെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസിൻ്റെ കൺസംഷൻ ആണ്. അപ്പോൾ ഈ കേസിൽ ഈ എയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് ബിയിലും സിയിലും ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ സക്സസീവ് പെർസെൻറ്റേജ് ആയിരിക്കും. അതായത് ബിയിലും സിയിലും ഉണ്ടാകുന്ന സക്സസീവ് പെർസെൻറ്റേജ് ആയിരിക്കും എയിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഏരിയൻ്റെ കേസ് എടുക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ഞാൻ പറയുകയാണ് ഏരിയ ലെങ്ത് 10% ഇൻക്രീസ് ചെയ്തു, ബ്രെഡ്ത്ത് ഒരു 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്ര എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ എങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ 10ൻ്റെയും 20ൻ്റെയും എന്ത് ചെയ്താൽ മതി, സക്സസീവ് പെർസെൻറ്റേജ് എടുത്താൽ മതി. എങ്ങനെ സക്സസീവ് പെർസെൻറ്റേജ് എടുക്കാം, 10 + 20 + 10 × 20/100 അല്ലേ. ഇത് മനസ്സിലാത്ത ആളുകൾ കഴിഞ്ഞ വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സക്സസീവ് പെർസെൻറ്റേജ്. അപ്പോൾ ഇത് വരും 10 + 20 + 10 × 20/100 ഈസ് ഈക്വൽ ടു 32%. അപ്പോൾ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രയായിരിക്കും, 32%. ഓക്കെ, അതേപോലെ ഇപ്പോൾ 3 എണ്ണുള്ളതാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ വോളിയം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ക്യൂബോയിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. നമ്മൾ മെൻസുറേഷനിൽ പഠിക്കും, അത് പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതിലിപ്പം ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ലെങ്ത് ഒരു 10% ഇൻക്രീസ് ചെയ്തു, ബ്രെഡ്ത്ത് ഒരു 20% ഡിക്രീസ് ചെയ്തു, ഹൈറ്റ് ഒരു 30% ഇൻക്രീസ് ചെയ്താൽ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഇവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്, സക്സസീവ് പെർസെൻറ്റേജ് ആണ്. പക്ഷെ ഇവിടെ 3 ഉണ്ട് അല്ലേ, 3 വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ 2 വാല്യൂസ് ആണ്, നമ്മൾ A + B + AB/100 ചെയ്യും. 3 വാല്യൂസ് ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ തന്നെ എടുത്തോ, ഇപ്പോൾ 10, 20, 30. നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഈ 10ഉം 20ഉം കൂടി സക്സസീവ് എടുക്കും. ഇവിടെ ഡിക്രീസ് ആണ് എന്ത് ചെയ്യണം, മൈനസ് എടുക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ, ആദ്യം 10ഉം 20 എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു വാല്യൂ അല്ലേ, പിന്നെ ഈ വാല്യൂ 30 കൂടി എന്ത് ചെയ്യും, സക്സസീവ് എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ 3 വാല്യൂസ് വരുമ്പോൾ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10, 20, 30. ഇവിടെ 20 എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആണ്, മറന്നു വരുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 10, ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ, മൈനസ് ആണ്, -20 - 10 × 20/100 ചെയ്യും. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഇപ്പോൾ ഇവിടെ എത്ര കിട്ടാം, -10 - 2 -12 കിട്ടാം, -12. എന്ത് ചെയ്യും, ഈ -12ഉം 30 കൂടി ചെയ്യും. ഇപ്പോൾ എന്ത് വരും, -12 + 30. ഇവിടെ എന്താ വരാം, +30 × -12. ഓക്കെ, +30 × -12 എന്ന് പറഞ്ഞാൽ -30 × 12/100 അല്ലേ. പ്ലസും മൈനസും ഗുണിച്ചാൽ എന്താ വരാം, മൈനസ് അല്ലേ വരാം. ഓക്കെ, പിന്നെ എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഫൈനൽ വാല്യൂ ആൻസർ ആവും. ഓക്കെ, അതായത് 3 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഏതെങ്കിലും 2 എടുക്കുക, അത് പെയർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ സക്സസീവ് കാണാം, എന്നിട്ട് മൂന്നാമത്തത് വെച്ചിട്ട് സക്സസീവ് കാണാം. അതാണ് 3 വന്നാൽ. പിന്നെ ഞാനത് അധികം റെഫർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ റെഫർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താ പറയുക, അതായത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇങ്ങനത്തെ പെർസെൻറ്റേജ് ഒക്കെ വന്നാൽ 16/3%, അല്ലെങ്കിൽ 11 1/9%, ഇങ്ങനത്തെ മിക്സ്ഡ് ഫ്രാക്ഷന് വരുന്ന പെർസെൻറ്റേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റേഷ്യോ മെത്തേഡാണ്. റേഷ്യോ മെത്തേഡിൻ്റെ പ്രത്യേകത, റേഷ്യോ മെത്തേഡിൽ
ഏത് വാല്യൂസ് വന്നാലും സാധാരണ വാല്യൂസ് വന്നാലും ചെയ്യാം, ഫ്രാക്ഷൻ വാല്യൂസ് വന്നാലും ചെയ്യാം. പക്ഷേ ഈ സക്സസീവ് പെർസെൻറ്റേജ് ആണെങ്കിൽ ചില വാല്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ 10 20 വന്നാൽ പെട്ടെന്ന് ചെയ്യാമല്ലോ. 10 + 20 + 10 × 20/100. ഓക്കെ, അതുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, സക്സസീവ് പെർസെൻറ്റേജും അറിഞ്ഞിരിക്കുക, അതേപോലെ റേഷ്യോ മെത്തേഡും അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമ്മൾ രണ്ട് മെത്തേഡും ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സക്സസീവ് പെർസെൻറ്റേജ് ചെയ്യാം. ലെങ്ത് എന്താ സംഭവിച്ചത്, ഇൻക്രീസ് ചെയ്തു അല്ലേ. ലെങ്ത് 40% ഇൻക്രീസ് ചെയ്തു. ബ്രെഡ്ത്ത് ഡിക്രീസ് ചെയ്തു. ബ്രെഡ്ത്ത് 20% ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ ഇൻക്രീസസ് ബൈ X%. ഓക്കെ, ഇപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ഏരിയൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ആണെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിനെ സക്സസീവ് കണ്ടാൽ മതി. ലെങ്ത് 40, അതായത് +40 ആണ് അല്ലേ, ഇൻക്രീസ് ആയതുകൊണ്ട് +40 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 20% ഡിക്രീസ് ആണ്, അപ്പം -20. -20 × 40/100. 40 × 20/100. ഓക്കെ, അപ്പോൾ എന്ത് വരും, 40 - 20 എന്ന് പറഞ്ഞാൽ 20. 20 - 40 × 20 പറഞ്ഞാൽ 800. 800/100 പറഞ്ഞാൽ 8. 20 - 8 = 12. 12 ആണ് നമ്മുടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ. ഇതെന്താണ്, സക്സസീവ് പെർസെൻറ്റേജ് മെത്തേഡ്. ഇനി ഞാൻ നമ്മുടെ റേഷ്യോ മെത്തേഡ് ആണെങ്കിലോ, റേഷ്യോ മെത്തേഡ് നമ്മൾ ലെങ്ത് ബ്രെഡ്ത്ത് ഏരിയ. ഓക്കെ, ലെങ്ത് എന്ത് ചെയ്തു, ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 40%. 40%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എത്രയാണ്, 2/5 അല്ലേ, 2/5. അപ്പം 40% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, 5 എന്താവും, 7 ആവും. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ എഴുതി പോകുന്നത്. കാണാത്തവർ, വീഡിയോ കാണാത്തവർ എന്തായാലും അത് കാണണം, എന്നാലേ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ബ്രെഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 20%. 20% എന്ന് പറഞ്ഞാൽ 1/5. 20% ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ 5 എത്രയാവും, 4 ആവും. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ, അപ്പോൾ ഒറിജിനൽ ഏരിയ എന്ന് പറഞ്ഞാൽ 5 × 5 25. രണ്ടാമത്തെ ഏരിയ എന്താ വരാം, 7 × 4 28. ഓക്കെ, ഏരിയയിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് 25 28 ആയി. എത്ര കൂടി, 3. ഏതിൽ നിന്ന്, 25 നിന്ന്. 3/25 × 100. ഓക്കെ, 4 times 3 × 4 12. ഓക്കെ, ഇപ്പോൾ രണ്ട് കേസിൽ നമുക്ക് എന്ത് കിട്ടി, 12 ആൻസർ കിട്ടി. ഇത് സക്സസീവ് പെർസെൻറ്റേജ്, ഇത് റേഷ്യോ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 12 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതും CGL 2019 ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 62% ആൻഡ് 80% ഓഫ് എ നമ്പർ ഈസ് 198. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഒരു നമ്പറിൻ്റെ 62% അതേ നമ്പറിൻ്റെ 80% തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 198 ആണ്. 62%ഉം 80%ഉം അതിൻ്റെ ഡിഫറൻസ് ആണ് എത്ര ശതമാനമാണ്, 18%. ഈ 18%ൻ്റെ വാല്യൂ ആണ് 198. ഇനി എന്താ ക്വസ്റ്റ്യൻ, then the difference between 92% and 56% of the number. 92%ഉം 56%ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്. 92%ഉം 56% തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്ര ശതമാനമാണ്, 36%. ഓക്കെ അല്ലേ. 18% എന്ന് പറഞ്ഞാൽ 198 ആണെങ്കിൽ 36% എത്രയായിരിക്കും, 18ൻ്റെ ഡബിൾ അല്ലേ 36. അപ്പോൾ 198ൻ്റെ ഡബിൾ എത്രയാണ്, 396. സിമ്പിൾ. നമ്മൾ ഫുള്ള് 100% കാണേണ്ട ആവശ്യം കൂടി ഇല്ല അല്ലേ. 62%ൻ്റെ 80% ഡിഫറൻസ് ആണ് 18%. അതിൻ്റെ വാല്യൂ 198 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് 92%ഉം 56%ൻ്റെ ഡിഫറൻസ് അതെന്ന് പറഞ്ഞാൽ 36% ആണ് അല്ലേ. നമ്മൾ ഡിഫറൻസ് 36% അല്ലേ, അതിൻ്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 18% എന്ന് പറഞ്ഞാൽ 198 ആണ്. അങ്ങനെയാണെങ്കിൽ 36% എത്രയായിരിക്കും, 18ൻ്റെ ഡബിൾ ആണ് 36. അപ്പോൾ 198ൻ്റെ ഡബിൾ 396. ക്ലിയർ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ടൈപ്പൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തതാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യണോ, ചെയ്യാം. ഓക്കെ, സോനു സേവ്സ് 15% ഓഫ് ഹെയർ ഇൻകം. ഓക്കെ, 15% ഇൻകം അയാൾ സേവ് ചെയ്യുന്നുണ്ട്, ഗേൾ ആണല്ലേ. ഓക്കെ, 15% സേവ് ചെയ്യുന്നുണ്ട്. നമുക്കൊരാ ഇൻകം എക്സ്പെൻഡിച്ചർ സേവ്. ഇപ്പോൾ സോനു 15% സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻകം സപ്പോസ് 100 ആണെങ്കിൽ സേവിങ്സ് എത്രയാണ്, 15 ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്ര ആയിരിക്കും, ഇൻകം മൈനസ് സേവിങ്സ്. 100 മൈനസ് 15 85. രണ്ടാമത്തെ കേസിൽ ഇൻകം ഇൻക്രീസസ് ബൈ 20%. അപ്പോൾ 100 ഉള്ളത് 20% കൂടി എത്ര വരും, 120. ആൻഡ് ഷീ സ്റ്റിൽ സേവ് ദി സെയിം എമൗണ്ട്. അതായത് ആദ്യം എത്രയാണോ സേവ് ചെയ്തത് അതേ എമൗണ്ടാണ് ഇവിടെയും സേവ് ചെയ്യുന്നത്, 15 രൂപ. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്ര ആയിരിക്കും, 120 മൈനസ് 15 എത്ര, 105. ഓക്കെ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ എയർ എക്സ്പെൻഡിച്ചർ. ആദ്യം എക്സ്പെൻഡിച്ചർ 85 ആയിരുന്നു, ഇപ്പോൾ എത്രയാണ്, 105 ആണ്. എത്ര കൂടി, 20 കൂടി അല്ലേ. 105 മൈനസ് 85 20 കൂടി. ഏതിൽ നിന്ന്, 85 അല്ലേ. പെർസെൻറ്റേജ് ചേഞ്ച് കാണാൻ എവിടെ നിന്നാണ്,
ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ ആദ്യത്തെ വാല്യൂ ഏതാണോ അതിൽ നിന്ന് എത്ര കൂടി എന്നാണ് നോക്കേണ്ടത്. 20/85 ഇൻറ്റു 100. ഓക്കെ, നമ്മൾ ക്യാൻസൽ ചെയ്തു. 4 ടൈംസ് ഇത് എത്ര വരും? 17 ടൈംസ്. 4/17 ഇൻറ്റു 100 അല്ലെങ്കിൽ 400/17. ഓക്കെ, ഇതിന് ആൻസർ എത്ര വരും? 400 എത്ര 17 ഉണ്ട്? 2. ഓക്കെ, 60 എത്ര 17 ഉണ്ട്? 3. ഓക്കെ, 51 ബാക്കി. 90 എത്ര? ഏകദേശം 5. So 23.5 is the answer. Okay, next question. A, B and C donate 8%, 7%, 9% of their salaries respectively to a charitable trust. The salaries of A and B are same. Okay, A and B salary same ആണ്, and the difference between donations is 259 rupees. Okay, A, B, C. A എത്ര കൊടുക്കുന്നത്? 8%, B 7%, C 9%. ഇവിടെ ഒരു കാര്യം പറഞ്ഞത് സാലറീസ് ഓഫ് എ ആൻഡ് ബി, ഇത് സാലറിയാണ്. എ ആൻഡ് ബിന് സാലറി സെയിം ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല അവരുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊണേഷൻ 259 rupees അല്ലേ. ഇവർ രണ്ടാളെയും സാലറി സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ 8%ഉം 7% ഇതിൻ്റെ ഡിഫറൻസ് ആണ് അത്രയായിരിക്കും 1% അല്ലേ. അതായത് രണ്ടാളെ സാലറി സെയിം ആണ്. ഒരാളത് എൻ്റെ 8%, ബിൻ്റെ 7%. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1%. ആ വാല്യൂ എത്രയാണ്? 259. 1% 259 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 259,000 അല്ലേ. ഇതാണെന്ത്? എൻ്റെ സാലറി. അത് തന്നെയാണ് എന്ത്? ബിൻ്റെ സാലറി. മനസ്സിലായില്ലേ? എൻ്റെ ബിൻ്റെ സാലറി സെയിം ആണ്. അപ്പോൾ ഒരാൾ 8% മറ്റാൾ 7%. അപ്പോൾ ഡിഫറൻസ് പറഞ്ഞാൽ ഇവരെ സാലറിൻ്റെ 1% രണ്ടാളുടെ. ഒരാളത് 1% എന്ന് പറഞ്ഞാൽ 259 ആണ്. അപ്പോൾ 100% പറഞ്ഞാൽ 259,000. അപ്പോൾ രണ്ടാളെ സാലറി എത്രയാണ്? 259,000. എന്താ പറഞ്ഞത്? ദി ടോട്ടൽ ഡൊണേഷൻ ഓഫ് എ ആൻഡ് ബി ഈസ് 1185 rupees മോർ ദാൻ ദാറ്റ് ഓഫ് സി. അപ്പോൾ ടോട്ടൽ ഡൊണേഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ 8% ആണ്, ബി 7% ആണ്. ടോട്ടൽ 15%. 15% ഓഫ് ഏതാണ്? ഇവരുടെ സാലറി എത്രയാണ്? 259,000. ഓക്കെ, ഇതെങ്ങനെ കാണാം? 15%. ആദ്യം 10% കാണാത്രേ. ഒരു ഡെസിമൽ ഇങ്ങോട്ട് ഇട്ടാൽ മതി. ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റായിട്ട് ചെയ്ത് പോകട്ടോ. 2590 ആണ് 10%. 5% പറഞ്ഞാൽ ഇതിൻ്റെ പകുതി. ഇതിൻ്റെ പകുതി എത്ര വരാം? 1200. അതായത് 2500 പറയുമ്പോൾ 1250. പിന്നെ 45, 1295. ഓക്കെ, 5883. ഓക്കെ, എത്ര വരും? 3885 ആണ് ഇവർ രണ്ടാളുടെയും ഡൊണേഷൻ. അതിനേക്കാൾ 1185 rupees മോർ ദാൻ ദാറ്റ് ഓഫ് സി. അത് സീനേക്കാൾ 1185 കൂടുതലാണ്. അപ്പോൾ സീൻ്റെ ഡൊണേഷൻ എത്ര ആയിരിക്കും? 3885 എത്ര കുറവാണ്? 1185. 5 - 5 0 0. സീൻ്റെ ഡൊണേഷൻ 2700 രൂപയാണ്. മാത്രമല്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സീൻ്റെ ഡൊണേഷൻ അയാളുടെ സാലറിൻ്റെ എത്രയാണ്? 9% ആണ്. അപ്പോൾ സീൻ്റെ സാലറിൻ്റെ 9% ആണ് 2700. 9% 2700 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 9 × 30 ആണല്ലേ. അല്ല, 300 ആണെന്ത്? 2700. അപ്പോൾ 100% ആണെങ്കിൽ 100% ഇൻറ്റു അല്ലെങ്കിൽ 100 × 300 എത്ര? 30,000. 30,000 അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. 9% 2700. 1% എന്ന് പറഞ്ഞാൽ 2700/9 എത്ര വരും? 300. 100% പറഞ്ഞാൽ ഇൻറ്റു 100 എത്ര? 30,000. അപ്പോൾ സീൻ്റെത് എന്ന് പറഞ്ഞാൽ 30,000. ഇനി എന്താണ്? ടോട്ടൽ ഡൊണേഷൻസ് ഓഫ് എ ആൻഡ് സി ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ സാലറീസ് ഓഫ് എ, ബി ആൻഡ് സി. ടോട്ടൽ ഡൊണേഷൻ ഓഫ് എ ആൻഡ് സി. എൻ്റെ ഡൊണേഷൻ എത്രയായിരുന്നു? 8% അല്ലേ. എൻ്റെ ഇപ്പോൾ എ പ്ലസ് സി എന്ന് പറയുമ്പോൾ എൻ്റെ ഡൊണേഷൻ 8%. 8% ഓഫ് 25,900. ഇപ്പോൾ എന്ത് വരും? 8 × 259 വരില്ല അല്ലേ. 8% എന്ന് പറഞ്ഞാൽ 8/100 ഇൻറ്റു 259,000. 20 ക്യാൻസലായി. ഇത് എ ആണ്. അപ്പോൾ 8 × 259 അപ്പോൾ 1600. 8 × 400 2000. 8 × 9 72. 2072 രൂപയാണ് എ ഡൊണേറ്റ് ചെയ്തത്. സി ഡൊണേറ്റ് ചെയ്തത് എത്രയായിരുന്നു? 2700 അല്ലേ. സി ഡൊണേറ്റ് ചെയ്തത് 2700 ആണ്.
അപ്പോൾ എ പ്ലസ് സി എന്ന് പറയുന്ന സമയത്ത് എത്ര വരും? 2700 2072 4772. അത് ടോട്ടൽ സാലറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 3 ഇത് 3 കൂട്ടിയാൽ എത്ര വരാം? ഇത് 3 കൂട്ടിയാൽ 300 500 700 750 800 809 818. ഓക്കെ, ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 818,000 ആണ്. അതിൻ്റെ എത്ര ശതമാനമാണ്? 4772. ജസ്റ്റ് കുറച്ചൊരു സ്റ്റെപ്പുകൾ ചെയ്യാണ്ട് കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. സംഭവം സിമ്പിളാണ് അല്ലേ? ഓക്കെ, 20 ക്യാൻസൽ ചെയ്തു. 4772/818. ഓക്കെ, ഇവിടെ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ 4772/818 ചെയ്താൽ എന്തായാലും 6നേക്കാൾ താഴെ ആയിരിക്കില്ലേ? കാരണം 818 × 6 എന്ന് പറയുമ്പോൾ 4800 കൂടുതൽ വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായാലും 5നേക്കാൾ 6നേക്കാൾ കുറവാണ്. 6നേക്കാൾ കുറവുള്ള ഒരൊറ്റ ഓപ്ഷൻ ഉള്ളതാണ് 5.8. ഇത് എക്സാമിൻ്റെ ഓപ്ഷൻസ് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 4772/818 ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? കാരണം 6 × 818 എന്ന് പറഞ്ഞാൽ 4800 മുകളിൽ പോകില്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6നേക്കാൾ കുറവാണ്. ഇപ്പോൾ വരാം 5.8. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് സംഭവം മനസ്സിലായി വിശ്വസിക്കുന്നു. ഒന്നുമില്ല, കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? പിന്നെ ഫസ്റ്റ് ഞാൻ കഴിഞ്ഞ CHSL സ്ട്രാറ്റജി പറഞ്ഞ പോലെ ആദ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് അവസാനം വന്നിട്ട് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലാത്ത ആൾക്കാർ രജിസ്റ്റർ ഒന്നും കൂടിയും പോസ്റ്റ് ചെയ്തിട്ട് കണ്ടാൽ മതി, ക്ലിയർ ആവും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ? ഒരു സിലിണ്ടറിൻ്റെ റേഡിയസ് 10% ഡിക്രീസ് ചെയ്തു, ഹൈറ്റ് 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ഡിക്രീസ് നമുക്കറിയാം. ഇത് ഞാൻ ചെയ്യുന്നില്ല, അത് ഞാൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് വിടുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ ഇതിൽ കമൻറ്റ് ചെയ്യാം. ഒരു ക്ലൂ ഞാൻ തരാം. അതായത് സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? πr²h ആണ്. ഇപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് കാണുന്ന സമയത്ത് കോൺസ്റ്റൻ്റ് ആയ പൈ നോക്കണ്ടെന്ന് നോക്കിയാൽ മതി. r²h ആണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. r² വരുന്ന സമയത്ത് എന്താ അതിൻ്റെ അർത്ഥം? r × h എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? r 2 പ്രാവശ്യം ഉണ്ടാവും. സക്സസീവ് പെർസെൻറ്റേജ് ചെയ്യുകയാണെങ്കിൽ r 2 പ്രാവശ്യം സക്സസീവ് ചെയ്യാം, പിന്നെ h സക്സസീവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ റേഷ്യോ മെത്തേഡ് ആണെങ്കിൽ r h. ഓക്കെ, ഇത് ഓരോന്നും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് ചേഞ്ച് കാണാം. നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ ആകെ കുറച്ച് പേര് മാത്രമേ കമൻറ്റ് ചെയ്തുള്ളൂ. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്നാലും മനസ്സിലാവുള്ളൂ നിങ്ങൾ എത്ര പേര് സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് നിങ്ങൾ സോൾവ് ചെയ്യാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സെയിം ടൈപ്പാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനും ഞാൻ ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത ക്വസ്റ്റ്യൻ. ഞാൻ പിന്നെ പ്രീവിയസ് ഇയർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇട്ട ക്വസ്റ്റ്യനാണ് ഇതൊക്കെ. അതായത് പ്രൈസ് 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസംപ്ഷൻ എത്ര കുറക്കണം? സോ ദാറ്റ് നോ എക്സ്ട്രാ എമൗണ്ട് ഹാസ് ടു ബി ഇൻകേർഡ്. അതായത് എക്സ്പെൻഡിച്ചർ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. അതായത് എക്സ്പെൻഡിച്ചർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. പ്രൈസ് 20% കൂടിയാൽ കൺസംപ്ഷൻ എത്ര ശതമാനം കുറയണം? ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല, ഇത് നിങ്ങൾക്ക് വിട്ടു. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ വിട്ടു, ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതും സോൾവ് ചെയ്യുക. നിങ്ങൾ ആൻസർ എന്ത് ചെയ്യുക? അടിയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതല്ലേ? പോപ്പുലേഷനെ ഇൻക്രീസ് ചെയ്തു 30% ഫസ്റ്റ് ഇയർ ആൻഡ് ഡിക്രീസ്ഡ് ബൈ 15% ഇൻ ദി നെക്സ്റ്റ് ഇയർ. ഇഫ് ദ പ്രസൻറ്റ് പോപ്പുലേഷൻ ഈസ് 11050. ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. ഇത് വേണം ഞാൻ ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് വിട്ടു നിങ്ങൾ വിചാരിക്കും. ഓക്കെ, പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബൈ 30% അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? 30% പറഞ്ഞാൽ 3/10 ആണ് അല്ലേ? എഴുതണോ? 30% എന്ന് പറഞ്ഞാൽ 3/10 ആണ്. 30% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ 10 എത്രയാവും? 13. ആൻഡ് ഡിക്രീസ് ബൈ 15%. 15% എന്ന് പറഞ്ഞാൽ എത്ര? 3/20. എങ്ങനെയായിരുന്നു പെർസെൻറ്റേജ് മാറ്റാം? ബൈ 100 ചെയ്യാം. 15/100 3/20. ഓക്കെ, ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ 20 എത്രയാവും? 3 ഡിക്രീസ് ചെയ്തിട്ട് 17 ആവും. കഴിഞ്ഞു. 10 × 20 200 ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര ഉണ്ട്? 13 × 17. 10 × 17 170 പ്ലസ് 3 × 17 51 221. In the question, if the present population is 11050, then the population 2 years ago. അപ്പോൾ ഇതാണ് പ്രസന്റ് പോപ്പുലേഷൻ, ഇതാണ് 2 years ago ഉള്ള പോപ്പുലേഷൻ. ഈ 221 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 11050. അങ്ങനെയാണെങ്കിൽ 200 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 221 ഏതോണ്ട് ഗുണിച്ചാലാണ് 11050 കിട്ടാം? ചെയ്ത് നോക്കാം. 11050 ഡിവൈഡഡ് ബൈ
221. ഓക്കെ, ഇത് എത്ര ടൈംസ് പോകും? 5 ടൈംസ്. ഇത് 50 ആണ് അല്ലേ? 221 × 5 ആണ് 1105. പിന്നെ ഒരു 0 ഉണ്ടാവും, 50. അപ്പോൾ ഇതിനെ 50 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇത് കിട്ടിയത് അല്ലേ? അപ്പം എന്ത് ചെയ്യാൻ മതി? ഇതിനെ 50 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 × 5 10. എത്ര 0 ഉണ്ടാവും? 1 2 3 അല്ലേ? 200 × 50 എത്ര? 10,000. സിമ്പിൾ ടൈപ്പൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. 25 liters of a mixture contains 30% of spirit and rest is water അല്ലേ? അപ്പോൾ ടോട്ടൽ 25 ഉണ്ട്, അതിൽ സ്പിരിറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്. 25ൻ്റെ 30% ആണ് സ്പിരിറ്റ്. 25ൻ്റെ 30% പറഞ്ഞാൽ എത്ര? 10% എന്ന് പറഞ്ഞാൽ 2.5. 30% പറഞ്ഞാൽ 7.5. അപ്പം 25ൻ്റെ 7.5 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 17.5 ആണ് എന്ത്? വാട്ടർ. ഈ 5 liters of water be mixed in it. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു 5 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യും. അപ്പോൾ എത്രയായി? 17.5 + 5 22.5. പെർസെൻറ്റേജ് ഓഫ് സ്പിരിറ്റ്. അപ്പോൾ എന്താ, സ്പിരിറ്റ് മാറുമോ? ഇല്ലല്ലോ, സ്പിരിറ്റ് മാറില്ലല്ലോ. കാരണം എന്താ, നമ്മൾ വാട്ടർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മിക്സറിൻ്റെ എത്ര ശതമാനമാണെന്ന് വെച്ചാൽ സ്പിരിറ്റ് എത്രയാണ്? 7.5. ടോട്ടൽ മിക്സർ എത്രയാണ്? 7.5 + 22.5. ഇത് രണ്ടും ഇടയിൽ എത്ര വരാം? 30 × 100. 7.5 × 4 അല്ലേ? 30. 4 ടൈംസ് 1/4 × 100, അതായത് 25%. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. In a school, 4% of the students did not appear for the annual exams. 10% of the students who appeared for the exams could not pass the exam. Okay, suppose total X students ഉണ്ടെന്ന് വിചാരിച്ചോ. അതിൽ 4% ആളുകൾ did not appear for the exam. അപ്പോൾ എത്ര ശതമാനം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക? 96% ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 10% of the students who appeared for the exams could not pass the exam. ഓക്കെ, അപ്പം ഈ അപ്പിയർ ചെയ്ത സ്റ്റുഡൻസിൻ്റെ 10% സ്റ്റുഡൻസ് എന്ത് ചെയ്തില്ല? പാസ്സായില്ല. അപ്പോൾ പാസ്സായത് എത്ര ശതമാനമാണ്? ബാക്കിയുള്ള 90%. ഔട്ട് ഓഫ് ദ റിമൈനിങ് സ്റ്റുഡൻസ് 50% ഗോട്ട് ഡയറക്ഷൻ മാർക്സ് ആൻഡ് 432 സ്റ്റുഡൻസ് പാസ്ഡ് ദ എക്സാം ബട്ട് കുഡ് നോട്ട് ഗെറ്റ് ഡിസ്റ്റിങ്ഷൻ മാർക്ക്. അതായത് ബാക്കിയുള്ളതിന് 50% ഡയറക്ഷൻ മാർക്ക് കിട്ടിയിട്ടുണ്ട്, 432 സ്റ്റുഡൻസിന് ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടിയില്ല. അതായത് ഈ 432 എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ളതിൻ്റെ 50% അല്ലേ? അതായത് ഇതിപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇത്രയും ആളുകളാണുള്ളത്. ഇതിൻ്റെ 50% ആളുകൾക്ക് ഡയറക്ഷൻ മാർക്ക് കിട്ടിയിട്ടുണ്ട്, 50% ആളുകൾക്ക് ഉണ്ടില്ല, ഡയറക്ഷൻ മാർക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ 50%ൻ്റെ വാല്യൂ ആണെന്ത്? 432. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിപ്പോൾ എന്തായിരുന്നു? 5 1/2 9/10 വരും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് 9 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ? എത്ര വരും? 4 ടൈംസ് 36 72 8 48 to 96 ക്യാൻസൽ ചെയ്താൽ 2 ടൈംസ്. ഓക്കെ, അപ്പോൾ എന്ത് വരും ആൻസർ? ഈ 2ഉം ഈ 2ഉം ക്യാൻസലായി. അപ്പോൾ ആൻസർ എത്ര വരും? 100 × 10 = 1000. ജസ്റ്റ് കാൽക്കുലേഷൻ ആണ്. 96/100 90/100 അല്ലേ? അതായത് 4% സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തില്ല, അപ്പം 96% ആണ് അപ്പിയർ ചെയ്തത്. ടോട്ടലിന് 96% ആണ് അപ്പിയർ ചെയ്തത്. അതിൽ 10% സ്റ്റുഡൻസ് പാസ്സായില്ല, അപ്പം പാസ്സായത് എത്രയാണ്? ഇതിൻ്റെ 90%. ഇതിൻ്റെ 90%. ഓക്കെ, പിന്നെന്താണ്? അതിൻ്റെ 50% ആൾക്ക് ഡയറക്ഷൻ കിട്ടി, 50% ആൾക്ക് ഈ ഡിസ്റ്റിങ്ഷൻ കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിങ്ഷൻ കിട്ടാത്ത എത്രയാണ്? 50% തന്നെ. = 432. ഇപ്പോൾ ഡയറക്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതിന് ആൻസർ എത്ര വരുന്നത്? 1000. ഇന്ത്യൻ എക്സാമിനേഷൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യാം? അടിയിൽ കമൻറ്റ് ചെയ്യുക. 10th ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ഡയറക്റ്റ് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണ്, കിട്ടുന്നില്ല എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് എന്തായാലും ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നോ പ്രോബ്ലം. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2019 CPOൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ CPOൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് എല്ലാവരും അറിയണ്ടാവില്ല അല്ലേ? അപ്പോൾ 1 മന്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിൻ്റെ എലിജിബിലിറ്റി അതേപോലെ ഏജ് ലിമിറ്റൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ 2020 എക്സാമാണ് അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ 2019 CPOൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ടെസ്റ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 140 ക്വസ്റ്റ്യൻസ് എ കാൻഡിഡേറ്റ് കറക്റ്റ്ലി ആൻസേർഡ് 70% ഓഫ് ഫസ്റ്റ് 80 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ 80 ക്വസ്റ്റ്യൻ്റെ 70% എത്രയായിരിക്കും?
ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 8ആണ്. 70% എന്ന് പറഞ്ഞാൽ എത്ര ക്വസ്റ്റ്യനാണ്? 56 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? കറക്റ്റായിട്ട് ആൻസർ ചെയ്തു. What percentage of the remaining questions does the candidate need to correctly answer to score 60% in the test? ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയാണ്? എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 140 ക്വസ്റ്റ്യൻ ഉണ്ട്. 150 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 60% കിട്ടണമെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം? അല്ലെങ്കിൽ എത്ര മാർക്ക് വേണം? എത്ര മാർക്ക് വേണം? ഇതിൻ്റെ 60%. ഓക്കെ, 3/5 എത്ര? 28 into 3 84. ഓക്കെ, അതായത് 84 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി 80 ക്വസ്റ്റ്യനിൽ 56 എണ്ണം ചെയ്യും. ഇനി ബാക്കി എത്ര ക്വസ്റ്റ്യൻ ഉള്ളത്? ടോട്ടൽ 150 ക്വസ്റ്റ്യൻ അല്ലേ? അതിൽ 80 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ബാക്കി 60 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 60 ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കണം? 56 കറക്റ്റ് ആക്കി. ശരിക്കും കറക്റ്റ് ആക്കേണ്ടത് 84 ആണ്. എത്ര? 28 ക്വസ്റ്റ്യൻ കൂടി കറക്റ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ 60 ക്വസ്റ്റ്യനിൽ 28/60 into 100. ഓക്കെ, 5 times 3 times എത്ര വരും? 140/3%. 140/3 എന്ന് പറഞ്ഞാൽ എത്ര? 140 അല്ലേ? 46 2/3%. ഓക്കെ അല്ലേ? 140/3. 140ൽ എത്ര 3 ഉണ്ട്? 46. പിന്നെ ബാക്കി 2/3 വരും. ഓക്കെ, 46 2/3% ആണ് ആൻസർ. സിമ്പിൾ അല്ലേ അല്ലേ? അതായത് 140 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് 80 ക്വസ്റ്റ്യൻ്റെ 70%. 80ൻ്റെ 70% എന്ന് പറഞ്ഞാൽ 56 ക്വസ്റ്റ്യൻ ആണ്. അത് കറക്റ്റ് ആക്കി. ടോട്ടൽ 60% കിട്ടണം. അപ്പോൾ 140ൻ്റെ 60% എന്ന് പറഞ്ഞാൽ 84 ക്വസ്റ്റ്യൻ ശരിയാക്കണം. അപ്പോൾ 56 ക്വസ്റ്റ്യൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി എത്ര ക്വസ്റ്റ്യൻ കൂടി ശരിയാക്കണം? 28 ക്വസ്റ്റ്യൻ കൂടി ശരിയാക്കണം. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ഇനി ബാക്കി? 80 കഴിഞ്ഞു, ടോട്ടൽ 140 ആണ്. അപ്പോൾ ബാക്കി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 60 ക്വസ്റ്റ്യനിൽ 28 ശരിയാക്കണം. അപ്പോൾ 28/60 into 100. ക്ലിയർ? ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് മിക്കവാറും എക്സാമിന് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ എ ടൗൺ ഈസ് 7000. If the number of males is increased by 6% and that of female is increased by 4%, then the total number of males and females in a town would become 73520. Okay, ഒരു ടൗണിൽ ടോട്ടൽ 70,000 മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഉണ്ട്. അപ്പം മെയിൽ 6% ഇൻക്രീസ് ചെയ്യും, ഫീമെയിൽ 4% ഇൻക്രീസ് ചെയ്യും ചെയ്താൽ ടോട്ടൽ പോപ്പുലേഷൻ എത്ര ആവും? 73520 ആവും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പേഴ്സ് ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ ദി ടൗൺ ഇൻ ദി ബിഗിനിങ്? ഓക്കെ, 70,000 കൂടിയിട്ട് എത്രയായി? 73,520. എത്ര കൂടി? 3,520. ഞാനൊരു പെർസെൻറ്റേജ് മാത്രം, അതായത് പെർസെൻറ്റേജ് കൺസെപ്റ്റ് വെച്ച് മാത്രം ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. ശരിക്കും ഈ അലിഗേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, പലർക്കും അറിയുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മിക്കവാറും ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കാത്തത് കൊണ്ട് ഞാൻ ഇതിൽ പെർസെൻറ്റേജിൻ്റെ കൺസെപ്റ്റ് മാത്രം വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, മെയിൽ ഫീമെയിൽ. ഓക്കെ, അപ്പോൾ മെയിൽ എത്ര ശതമാനം കൂടി? 6%. ഫീമെയിലോ 4%. നല്ല ശ്രദ്ധിക്കണേ. ഈ മെയിലിൻ്റെ 6%-ന് എനിക്ക് 2% പ്ലസ് 4% എഴുതിക്കൂടെ? ഫീമെയിൽ 4% അല്ലേ? 6% ഞാൻ ഒന്നുമില്ല, ചുമ്മാ 2% പ്ലസ് 4% എഴുതി. എന്തിനാ അങ്ങനെ എഴുതിയത്? ഇത് മെയിലിൻ്റെ 4% ആണ്, ഇത് ഫീമെയിലിൻ്റെ 4% ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്താ സംഭവിക്കുക? ടോട്ടൽ പോപ്പുലേഷൻ്റെ 4% ആയില്ലേ അല്ലേ? മെയിലിൻ്റെ 4% പ്ലസ് ഫീമെയിലിൻ്റെ 4% എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ 4% അല്ലേ? ക്ലിയർ? അപ്പം 70,000ൻ്റെ 4% മാത്രമേ 1% ആണെങ്കിൽ 2 0, ഇപ്പോൾ 700, 1%. 4% എന്ന് പറഞ്ഞാൽ 2,800 അല്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 2,800. പിന്നെ ബാക്കിയുള്ള എന്താണ്? മെയിലിൻ്റെ 2%. അപ്പോൾ 2% മെയിൽ, ഇത് കൂടി കൂട്ടിയാലാണ് എത്ര കിട്ടുക? 3,520. ഇതിലെന്ത് കിട്ടും? 2% മെയിൽ എന്ന് പറഞ്ഞാൽ എത്ര വരും? 720. 2% മെയിൽ 720 ആണ്. അപ്പോൾ 100% എത്ര വരും? ഇൻറ്റു 50, അല്ലെങ്കിൽ 1% ആണ് 360 വരും. 360 എന്തുണ്ടാവും? 2 0 ഉണ്ടാവും. 360 2 0, 36,000. അപ്പോൾ മെയിൽ 36,000 ആണ്. ടോട്ടൽ 70,000 ആണെങ്കിൽ ഫീമെയിൽ എത്ര ഉണ്ടാവും?
70,000 മൈനസ് 36,000 എത്ര? 34,000. ചോദിച്ചെന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പേഴ്സ് ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഓക്കെ, ഡിഫറൻസ് എത്രയാണ്? 36,000 34,000. ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2,000 ആണ്. ഓക്കെ, ഇതിലിപ്പോൾ ഡിഫറൻസ് മാത്രമല്ല, നമുക്ക് എന്ത് വേണം? ടോട്ടൽ മെയിൽ ആദ്യം എത്ര ഉണ്ടെന്ന് കണ്ടു, ടോട്ടൽ ഫീമെയിൽ എത്ര ഉണ്ടെന്ന് കണ്ടു, ഡിഫറൻസ് എത്ര വരും? 2%. ഓക്കെ, നമ്മളെന്താ ചെയ്തത്? മെയിൽ 6% ഇൻക്രീസ് ചെയ്തു, ഫീമെയിൽ 4%. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ചെറിയ വാല്യൂ എത്രയാണ്? 4 ആണ്. ഇവിടെ ഒരു 4 വരണം, 4ഉം പിന്നെ 2ഉം ഉണ്ട്. അപ്പോൾ മെയിലിൻ്റെ 4%, ഫീമെയിലിൻ്റെ 4% എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ്റെ 4% ആണ്. അത് 2,800 ആണ്. അതും പിന്നെ മെയിലിൻ്റെ 2% കൂടി കൂടിയതാണ് 3,520. അപ്പം 2,800 പ്ലസ് 2% മെയിലാണ് 3,520. അപ്പോൾ 2% മെയിൽ എന്ന് പറഞ്ഞാൽ എത്ര വരും? 3,520 മൈനസ് 2,800 720. അപ്പോൾ 1% പറഞ്ഞാൽ 360, 100% പറഞ്ഞാൽ 360ഉം 00 36,000. അപ്പോൾ മറ്റേ എത്ര ആയിരിക്കും? 34,000. ഡിഫറൻസ് 2,000. സിമ്പിൾ. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാം. അലിഗേഷൻ വെച്ച് ചെയ്യാം. ഞാൻ എന്ത് അലിഗേഷൻ എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഇതിൽ ഞാൻ പെർസെൻറ്റേജ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതേപോലെ റേഷ്യോ പ്രൊപ്പോർഷനൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരുപാട് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ കാണാം. അതൊക്കെ ഞാൻ ആ ടോപ്പിക് എടുക്കുന്ന സമയത്താണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, when the price of sugar increased by 28%, a family reduced its consumption per month such that the expenditure on the sugar was only 12% more than the earlier. ഇപ്പോൾ രണ്ട് രീതി ചെയ്യാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? സക്സസീവ് പെർസെൻറ്റേജ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ റേഷ്യോ മെത്തേഡ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ സക്സസീവ് പെർസെൻറ്റേജ് യൂസ് ചെയ്യാം. ഇവിടെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എ = ബി ഇൻറ്റു സി എന്ന് പറഞ്ഞ ഫോം ആണെങ്കിൽ എയിലുണ്ടാകുന്ന പെർസെൻറ്റേജ് ചെയ്യുന്ന പറഞ്ഞാൽ ബിൻ്റെയും സിൻ്റെയും സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ എന്ത് വരും? എക്സ്പെൻഡിച്ചറിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൈസിൻ്റെയും കൺസംഷൻ്റെയും പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ, അതായത് സക്സസീവ് പെർസെൻറ്റേജിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ 12% ആണ് ഇൻക്രീസ് ചെയ്തത്, പ്രൈസ് 28% ആണ്, കൺസംഷൻ നമുക്കറിയില്ല, സി ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ 28 പ്ലസ് സി പ്ലസ് 28 ഇൻറ്റു സി ബൈ 100. ഓക്കെ, ഇതാണ് പ്രൈസിൻ്റെയും കൺസംഷൻ്റെയും സക്സസീവ് പെർസെൻറ്റേജ്. അത് ഇതിന് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇപ്പോൾ 12, ഈ 28 ഇങ്ങോട്ട് വന്ന് വരും, 12 മൈനസ് 28, അതായത് മൈനസ് 16. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്ത് വരും? സി ഇൻറ്റു 100, 100 സി പ്ലസ് 28 സി എന്ന് മാത്രമേ 128 സി ബൈ 100. ഓക്കെ, ഈ 16ഉം 128 ക്യാൻസൽ ചെയ്താൽ 8 ടൈംസ്. ഓക്കെ, അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് 100/8. ഓക്കെ, മൈനസ് 100/8, അതായത് മൈനസ് 12.5. ഓക്കെ, ഇതിനർത്ഥം മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസ് ആണ്. കൺസംഷൻ എന്താണ്? കുറയാണ് ചെയ്യുന്നത്. എത്ര? 12.5% കുറയും. കൺസംഷൻ എത്ര കുറയും? 12.5% കുറയും. 12.5% കുറയാന്ന് പറയുന്ന മീനിങ് എന്താ? നമുക്കറിയാം 12.5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/8 ആണ്. 12.85% കുറയാന്ന് പറഞ്ഞാൽ 8 എത്രയാവും? 7 ആവും. ഇതിൽ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇഫ് ദ ഫാമിലീസ് കൺസ്യൂംഡ് 18.4 കിലോഗ്രാം ഷുഗർ പെർ മന്ത് ഏർലിയർ. അപ്പോൾ ആദ്യമുള്ള കൺസംഷൻ ഈ 8 യൂണിറ്റ് ആണ്. എത്ര? 18.4. അപ്പോൾ 7 യൂണിറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 8നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 18.4 ആവാം? 18.4/8 ഉണ്ട് ഇൻറ്റു 7. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 8 18.4, 18ൽ 2 ടൈംസ്, 2.4ൽ 0.3, 7 ഇൻറ്റു 2.3 എത്ര? 7 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 14, 7 ഇൻറ്റു 0.3 പറഞ്ഞാൽ 2.1, 14 പ്ലസ് 2.1 16.1. കാൽക്കുലേഷൻ നമ്മൾ സ്പീഡ് ആക്കണം, ജസ്റ്റ് മൈൻഡിൽ ചെയ്താൽ മതി. ഓക്കെ, ആൻസർ എന്ത് വരും? 61.1 കിലോഗ്രാം. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ സക്സസീവ് പെർസെൻറ്റേജ് വെച്ചിട്ട് കൺസംഷൻ എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു നോക്കി, എന്നിട്ട് അതിനെ നമ്മൾ റേഷ്യോയിലേക്ക്, അല്ലെങ്കിൽ 12.5% കുറഞ്ഞു നോക്കി. അതായത് 8 യൂണിറ്റാണ് ആദ്യം, 8 യൂണിറ്റ് ഉള്ളത് 7 യൂണിറ്റായി. ഈ 8 യൂണിറ്റ് പറഞ്ഞാൽ 18.4 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 7 യൂണിറ്റ് എത്രയാണെന്ന് കണ്ടു. ഓക്കെ, ഇനി ഇത് നമ്മൾ റേഷ്യോയിൽ എങ്ങനെ ചെയ്യാം? പ്രൈസ്, കൺസംഷൻ, എക്സ്പെൻഡിച്ചർ. പ്രൈസ് എന്ത് സംഭവിച്ചു? 28% കൂടി. 28% എന്ന് പറഞ്ഞാൽ എത്ര? മനസ്സിൽ ചെയ്യണല്ലോ. 28 എന്ന് പറഞ്ഞാൽ 28/100. 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ വരും 7/25. 28% കൂടാന്ന് പറഞ്ഞാൽ 25 എത്രയാവും? 7 കൂടിയിട്ട് 32 ആവും. കൺസംഷൻ നമുക്കറിയില്ല, പക്ഷേ എക്സ്പെൻഡിച്ചർ അറിയാം. എത്ര? 12% കൂടി. 12% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12% എന്ന് പറഞ്ഞാൽ 3/25 അല്ലേ? ബൈ 100 ആണ്. 12/100 എന്ന് പറഞ്ഞാൽ 3/25 ആണ്. 4 കൊണ്ട് ക്യാൻസൽ ചെയ്തതാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം
ഇൻക്രീസ് അല്ലേ, അപ്പോൾ 25 എത്ര ഉണ്ടാവും, അതിൻ്റെ 12% ആയ 3 കൂടിയിട്ട് 28 ആയി ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ കൺസപ്ഷൻ എത്ര ആയിരിക്കും നിങ്ങൾ നോക്ക്. പ്രൈസിൻ്റെ കൺസപ്ഷനാണ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ പ്രൈസും എക്സ്പെൻഡിച്ചർ ഞാൻ കൺസപ്ഷൻ എങ്ങനെ കാണും, എങ്ങനെ കാണും, അതായത് എക്സ്പെൻഡിച്ചർ ബൈ പ്രൈസ് അല്ലേ കൺസപ്ഷൻ വരാം അല്ലേ. അപ്പോൾ എന്ത് വരും, ഇവിടെ 25 ഏതോണ്ട് ഗുണിച്ചാൽ 25 കിട്ടാം 1 ഉണ്ട്, 32 ഏതോണ്ട് ഗുണിച്ചാൽ 28 കിട്ടാം 28/32 ഉണ്ട് അല്ലേ. ഈ വാല്യൂ കാണണമെങ്കിൽ ഇതേ ബൈ ഇത് ചെയ്താൽ പോരെ. ഓക്കെ, 28/32 പറഞ്ഞാൽ 7/8. ഓക്കെ, അപ്പോൾ ആദ്യം 1 ആണെങ്കിൽ ഇപ്പോൾ എത്രയായി, 7/8 ആയി. ഈ ഒരു യൂണിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ 18.4. അങ്ങനെയാണെങ്കിൽ 7/8 യൂണിറ്റ് എത്ര ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 18.4 സെയിം. ഓക്കെ, ഇവിടെ എന്ത് വരും 2.3, 7 × 2.3 16.2. ഓക്കെ, ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിച്ച് ചെയ്യാം. ഇത് റേഷ്യോ മെത്തേഡ്, ഇത് സക്സസീവ് ചെയ്തു, പിന്നെ നമ്മൾ റേഷ്യോയിൽ കണ്ടു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോളായിട്ട് ഞാനിടും. അപ്പോൾ നിങ്ങൾ മാക്സിമം അതിൽ പങ്കെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പെർസെൻറ്റേജ് ടോപ്പിക് കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഞാൻ ഒരു പോൾ ക്രിയേറ്റ് ചെയ്തിരുന്നു, നെക്സ്റ്റ് ടോപ്പിക് ഏതാണെന്നുള്ളത്. അപ്പോൾ അതിൽ 38% ആളുകൾ പറഞ്ഞത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോ, അതായത് CHSLൻ്റെ ഒരു 60 days സ്ട്രാറ്റജി വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ CHSLന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, അതായത് ഓഗസ്റ്റിൽ എക്സാം നടക്കുന്നുണ്ട്, ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ട് ആ വീഡിയോ കാണാം. അതിൽ പറഞ്ഞ പോലെ നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും കേരളത്തിൽ തന്നെ നിങ്ങൾക്കൊരു പോസ്റ്റ് കിട്ടട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.